ഇറ്റ്സ് മൂവി ടൈം. ഇന്നിപ്പോൾ അവതാർ മൂവി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട്. മോൾക്ക് നാളെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്, അതിന് ഷോപ്പ് ചെയ്യണം. ഞാനും മോളും മിക്കായും കൂടെയാണ് പോകുന്നത്. മോനെ ഉമ്മച്ചീരെ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഞങ്ങൾ RK മാളിലോട്ടാണ് പോയത്. നാളെ മോൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ ഒരു ചെറിയ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. റെഡ് ബനിയനും ബ്ലാക്ക് പാൻസുമാണ്. പിന്നെ മോൾക്ക് ഷൂ മേടിക്കണമായിരുന്നു. അങ്ങനെ സ്കേറ്റിങ്ങിനിട്ട ഷൂ ഒക്കെ കീറിപ്പോയി. അപ്പോൾ എന്തായാലും ഒരു ഷൂ, എനിക്ക് ഈ ഷൂ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡാഡാക്കും മോക്കും ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ വേറൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഒരു ഷൂ തന്നെ എടുത്തു. അതാകുമ്പോൾ നാളെ ഇടാമല്ലോ. പിന്നെ അവിടെ നിന്ന് ഷോപ്പ്, പിന്നെ അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഷോപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഉച്ചയായി. ഉച്ചയ്ക്കാണ് പോയത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ RK മാളിൽ പുതിയതായിട്ട് താഴെ ഒരു ചെറിയ ഫുഡ് കോൺ, ഒരു കഫേ പോലത്തെ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കണ്ട, നല്ല ഉപ്പിലിട്ട ഇത് കണ്ട ആരായാലും ജസ്റ്റ് ഒന്ന് മേടിക്കും. കാണാൻ എല്ലാം ഉണ്ട്. ചൗ ക്യാരറ്റ്, കോണൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റും. ചിക്കൻ ബിരിയാണിയും ഓക്കെ ആയിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ ഒരു മൊഹിത്തോ മേടിച്ച് കുടിച്ചു. പക്ഷേ ബീഫ് ബിരിയാണി പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ്. പിന്നെ ഇറങ്ങാൻ സമയത്ത് 2 ഉപ്പിലിട്ട എന്തോ 10 രൂപ എങ്ങാണ്ടാണ്. അങ്ങനെ 2 പീസ് മേടിച്ച് ഞങ്ങൾ നേരെ സിനിമ കാണാനാണ്, അവതാർ കാണാനാണ്. ഇവിടെ PVRലാണ് പോയത്. പിന്നെ ഇൻ്റർവെല്ലായപ്പോഴത്തേക്കും കഴിക്കാൻ ഈ പോപ്കോണും ഐസ്ക്രീമൊക്കെ മേടിച്ചു. നല്ല സൂപ്പർ മൂവിയാണ്, നല്ലൊരു തിയററ്റിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അത് കണ്ടിറങ്ങി. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങൾ അവിടെ ഈ ഉപ്പിലിട്ടത് വെച്ച് മറന്നുപോയി, കഴിക്കാൻ പറ്റിയില്ല. അതവിടെ വെച്ച് മറന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. വീട്ടിൽ പകുതി എത്തിയപ്പോഴാണ് അയ്യോ അതവിടെ വെച്ച് മറന്നല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ മൂവിയൊക്കെ കണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ബൈ ബൈ.